നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഒരു കാരമൽ പായസം എളുപ്പത്തിൽ തയ്യാറാക്കാം. ഏകദേശം 8 ഗ്ലാസ് പായസം ഉണ്ടാക്കാനായി അടികട്ടിയുള്ള ഒരു പാത്രത്തിന്റെ നടുഭാഗത്തായി 1/4 കപ്പ് പഞ്ചസാര ഇട്ട് ചെറുതായി നിരത്തി കൊടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുത്ത് പഞ്ചസാര നല്ല ഗോൾഡൻ നിറമായാൽ 50 ഗ്രാം ബട്ടർ ചേർത്ത് യോജിപ്പിച്ച് 1 ലിറ്റർ പാൽ ചേർത്ത് നന്നായി തിളച്ചു വന്നാൽ ഇതിലേക്ക് 3 കപ്പ് ചോറ് ചേർത്തിളക്കി വീണ്ടും തിളച്ചു വന്നാൽ 1/2 കപ്പ് പഞ്ചസാര, 5 ഏലക്കയുടെ കുരു പൊടിച്ചത് എന്നിവ ചേർത്ത് യോജിപ്പിച്ച് 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് പായസത്തിലേക്ക് ചേർത്തിളക്കി ആവശ്യത്തിന് കുറുക്കിയെടുത്ത് ഉപ്പ് ചേർത്ത് വേവിക്കാത്ത ചോറാണെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒരു പാത്രത്തിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിൽ 30 ഗ്രാം അണ്ടിപ്പരിപ്പ് ചേർത്തിളക്കി നിറം മാറി തുടങ്ങിയാൽ 20 ഗ്രാം ഉണക്കമത്തിന് കഴുകത്ത് ചേർത്ത് ഫ്രൈ ചെയ്ത് പായസത്തിലേക്ക് ചേർത്ത് മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ പഞ്ചസാരയോ മിൽക്ക് മേഡോ ചേർത്ത് യോജിപ്പിച്ചാൽ നമ്മുടെ അടിപൊളി കാരമൽ പായസം തയ്യാറായി. അണ്ടിപ്പരിപ്പിന് മുന്തിരിക്കും പകരം തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്ത് ചേർക്കാൻ കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ, കൂട്ടുകൂടണേ.